ട്രംപ് ഉണ്ടല്ലോ, ട്രംപ് ഇങ്ങനെ അത്ഭുതപ്പെടുകയാണ്. എന്തൊക്കെയാടാ ഈ ലോകത്ത് നടക്കുന്നേ എന്നുള്ള നിലയ്ക്ക്. അതായത് കമനയുടെ ചടങ്ങിൽ ഇറാനികൾ കരയുന്നത് കണ്ടു ഞാൻ അത്ഭുതപ്പെട്ടു. ആളുകൾ അദ്ദേഹത്തെ വെറുക്കുമെന്ന് ഞാൻ കരുതി. ഇത് ട്രംപ് പറഞ്ഞൊരു സാധനമാണ്. അതായത് ക്ലിയർലി ഇതിലൂടെ ഒരു സാധനം ഭയങ്കര വിസിബിൾ ആയിട്ട് പറയുകയാണ്. അതായത് ആൾക്കാർ ആക്ച്വലി കമനയെ വെറുക്കുന്നുണ്ട്, ആ ക്ലറിക്കൽ റെജീമിനെ വെറുക്കുന്നുണ്ട്. ഓൾറെഡി അവർക്കെതിരെയുള്ള പ്രൊട്ടസ്റ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ 4 സ്ട്രൈക്കും കൂടെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടീമുകളൊക്കെ അങ്ങ് മറിച്ചിടാം എന്നുള്ള ആഗ്രഹത്തില് അങ്ങ് ചെന്നതാണ് എന്നുള്ള കാര്യത്തില് ഇപ്പൊ ഒരു സംശയവുമില്ല. അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തു വിട്ടിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ ശരിയാ. അതിൽ പറഞ്ഞ കാര്യങ്ങള് നെതന്യാഹു പകുതി വെന്ത സാധനം കൊണ്ട് ചെന്ന് നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാന്നുള്ളത് നൈസ് ഐഡിയ കൊടുത്തപ്പോ നൈസ് ഐഡിയ എന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണെന്നുള്ളത് ഈ വാക്കുകൾ നമുക്ക് കിട്ടും. അതായത് കൊന്നു കളഞ്ഞാല് ആശയങ്ങളെ ഇല്ലാതാക്കും എന്നാണോ ഈ മണ്ടന്മാര് വിചാരിച്ചിരിക്കുന്ന യഥാർത്ഥത്തില്? ഇപ്പൊ കൊല്ലാൻ പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞ ആ സാധനം ഉണ്ടല്ലോ, അത് കറക്റ്റ് ആണ്, അച്ചട്ടാണ് എന്നുള്ളതാണ് ഇതിൽ ക്ലിയർ ആയിട്ട് വരുന്നത്. അതിലൊരു സംശയവുമില്ല. അതായത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇയാള് അബ്ബാസ് അറാക്ചി ഡെത്ത് അമേരിക്ക എന്ന് പറഞ്ഞിട്ട് ആൾക്കാരോട് ചാണ്ട് ചെയ്യുന്ന ഒരു മുദ്രാവാക്യം വിളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാമേ. അപ്പൊ ഈ വീഡിയോയില് എത്ര ആൾക്കാരാണ്, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ തടിച്ചു കൂടിയിട്ടുള്ളത്. അവർ ഒരുമിച്ച് വിളിക്കുകയാണ്. എന്താ വിളിക്കുന്നത് നമുക്കൊന്ന് കാണാം. അതായത് അബ്ബാസ് അറാക്ചിയാണ് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത്. ഡെത്തു അമേരിക്ക എന്ന് പറഞ്ഞിട്ട്, അതായത് അമേരിക്കക്ക് മരണം എന്നുള്ള രീതിയിൽ എത്ര ആൾക്കാരാണ് അത് ഏറ്റുപിടിക്കുന്നത് എന്നുള്ളത് നോക്കിയേ. അതായത് ഇവരെന്നെ ഇവര് ഈ ഫ്യൂണറലിന്റെ റാലികൾ ഉണ്ടല്ലോ, ഈ ഫ്യൂണറലിന്റെ റാലികളിലെ ആൾക്കാർ മരിക്കാൻ സാധ്യത, അതായത് സ്റ്റാമ്പേഡ് പോലെ ഉണ്ടായിട്ട് ആൾക്കാർ മരിക്കാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവരൊരു കണക്ക് പറഞ്ഞേക്കുന്ന ഇപ്പൊ 300ഓളം പേര് ഇതിൽ മരിക്കാൻ സാധ്യത ഉണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ക്രൗഡാണ് യഥാർത്ഥത്തില് ഇങ്ങേർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങേരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് പുറത്തിറങ്ങുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. കർബലയിലോട്ട് വരെ പോകുന്നുണ്ടെന്ന് പറഞ്ഞത്. അതായത് ഒരു ട്രാൻസ്നാഷണൽ എന്താ പറയാ, ഒരു ബറിയൽന്നോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതിനെ. അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ അങ്ങ് എന്താ പറയാ, അങ്ങ് വലുതായി എന്നുള്ളതാണ്. അതിനെ ഇറാൻ ഷോക്കേസ് ചെയ്യുന്ന രീതി ഭയങ്കര രസമാണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് ഇറാൻ ഇതിനെ ഷോക്കേസ് ചെയ്യുന്നതും കൂടി ഉണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തില് അമേരിക്ക ഇറാൻ ഒരു വലിയ സഹായമാണ് യഥാർത്ഥത്തിൽ ചെയ്തു കൊടുത്തത്. ലോകത്ത് ഇന്നേ വരെ ഏതെങ്കിലും ഒരു രാജ്യം ആ റെജീമിന് ഒരു സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സഹായത്തിലെ ഏറ്റവും വലിയ സഹായം ചെയ്തു കൊടുത്തത് യഥാർത്ഥത്തിൽ അമേരിക്ക. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഓൾറെഡി ഈ ക്ലറിക്കൽ റെജീം, ആ റെജീമിനെതിരെ ആ റെജീം ചേഞ്ച് നടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ ചില പോളിസി ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓൾറെഡി ആ നാട്ടില് അവിടുത്തെ യങ്സ്റ്റേഴ്സ്, യങ്ങർ പോപ്പുലേഷൻ ഓൾറെഡി ഈ റെജീമിനെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് അതിനവര് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ക്ലറിക്കൽ റെജീം ഈ പറയുന്ന ആൾക്കാർക്കെതിരെ പല തരത്തിലുള്ള സാങ്ഷൻസും ഇമ്പോഷൻസും ഏർപ്പെടുത്തുന്നുണ്ട്. CCTV പരിശോധിച്ച് അറസ്റ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. യൂണിവേഴ്സിറ്റീസിൽ കയറിയിട്ട് പോലീസ് അക്രമം കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോ യഥാർത്ഥത്തില് അമേരിക്കൻ ടീമും വിചാരിച്ചത് ഇതിന്റെ ഇടക്ക് നമ്മളും കൂടെ ചെറിയൊരു ഇടപെടലുകൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ റെജീം അങ്ങ് താഴെ പോകുന്നുള്ളതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഈ ആയത്തുള്ള അലി ഖമനൈ കൊല്ലപ്പെട്ടതോടുകൂടെ ആ രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യരും എന്ത് ചെയ്തു? ഈ ഇറാൻ ഭരണകൂടത്തിന്റെ അണ്ടറിൽ അടിയുറച്ചങ്ങ് നിന്നു.
അടിയുറച്ചങ്ങ് നിന്നു എന്ന് മാത്രമല്ല, എല്ലാ ഡിസന്റ് വോയിസുകളും എന്തായി? സൈലന്റ് ആയി, മിണ്ടിയില്ല. രാജ്യത്തിനെതിരെ പുറത്തുനിന്നുള്ള ശത്രുക്കൾ ആക്രമണം നടത്തുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? രാജ്യത്തിന്റെ കൂടെ നിൽക്കണം എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു തത്വം അവിടെ വർക്കായി എന്നുള്ളതാണ്. അത് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമേരിക്ക എന്ന് പറയുന്ന മിലിറ്ററി ജയന്റിനെതിരെ ഇറാൻ എന്ന് പറയുന്ന ഒരു 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 എന്താ പറയാ ഹിസ്റ്ററിയുള്ള, കൾച്ചറുള്ള, പരമ്പരാഗതമായിട്ട് നിലനിൽക്കുന്ന രാജ്യം എടുത്തിട്ടുള്ള അതിന്റെ റെസിസ്റ്റൻസും കൂടെ, നാഷണൽ പ്രൈഡ് എന്ന് പറഞ്ഞ സാധനം ആളുകളുടെ ഉള്ളിൽ ഉണ്ടാവാൻ കൂടെ ചെയ്തു എന്നുള്ളതാണ്. ഇതും കൂടെ അങ്ങ് ആയപ്പോ എന്ത് ചെയ്തു? കംപ്ലീറ്റ് കൺട്രോള് ഇറാൻ ഗവൺമെന്റിന്റെ അണ്ടറിലോട്ട് അങ്ങ് വന്നു. യഥാർത്ഥത്തില് ആയത്തുള്ള അലി ഖമനേയി ഇറാനിലെ ഹീറോ ആയിട്ട് മാറി. ആ ഗവൺമെന്റിന് ഉണ്ടായിരുന്ന എല്ലാ പ്രൊട്ടസ്റ്റുകളും എല്ലാം സപ്രസ് ചെയ്യപ്പെട്ടു. സപ്രസ് ചെയ്യാന്നല്ല, എല്ലാം സൈലന്റ് ആയി അവര് രക്ഷപ്പെടാണ് സത്യത്തിൽ ചെയ്തെന്നുള്ളതാണ്. അത് മാത്രമല്ല, ആയത്തുള്ള അലി ഖമനേയി ലോകത്തിലെ തന്നെ ഒരു ഐക്കണായിട്ട് മാറി. കുറച്ച് ആൾക്കാർക്കെങ്കിലും അങ്ങനെ കുറിച്ചുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ നല്ല ധാരണകളോ എന്ത് ധാരണയായിരുന്നുണ്ടെങ്കിലും അത് തിരുത്തപ്പെട്ടിട്ടുണ്ടാവും. അത് ഭ്രഷ്ട് കൽപ്പിക്കേണ്ട ഒരു രാജ്യമല്ല എന്നുള്ള ഒരു തോന്നലുണ്ടായിട്ടുണ്ടാവും. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇവര് വിചാരിച്ചത് യഥാർത്ഥത്തിൽ ഈ പ്രൊട്ടസ്റ്റും സാധനങ്ങളെല്ലാം കണ്ടിട്ട് ഇവര് വിചാരിച്ചത് യഥാർത്ഥത്തിൽ ഈ ഇറാന്റെ ജനത ഗ്രൗണ്ടിലുള്ള റിയാലിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ക്ലറിക്കൽ രജീമിന് എതിരാണെന്നുള്ളതാണ്. ആ തെറ്റിദ്ധാരണയുടെ പുറത്താണ് യഥാർത്ഥത്തില് ട്രംപ് നേരത്തെ പറഞ്ഞ വാക്കുകൾ പറഞ്ഞത്. ട്രംപ് പറഞ്ഞത്, ഖമനേയുടെ ചടങ്ങിൽ ഇറാനികൾ കരയുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു, അദ്ദേഹത്തെ വെറുക്കുന്നു എന്നാണ് ഞാൻ കരുതിയത് എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തെ വെറുക്കുന്നു എന്നാണ് കരുതിയത് എന്ന കരുതലും എന്ന ധാരണയും വെച്ചിട്ടാണ് അദ്ദേഹത്തെ പോയി കൊന്നത്. കൊന്നത് പണിയായി, കൊന്നത് തിരിച്ചടിയായി. അത് ബാക്ക് ഫയർ ചെയ്തു. ഇറാനെ യുണൈറ്റ് ചെയ്തു, ഇറാനെ സ്ട്രോങ് നാഷനാക്കി മാറ്റി. ആ ഒരു മരണം എന്ന് പറയുന്നതിനെ അവർ ഓർക്കസ്ട്രേറ്റ് ചെയ്തെടുത്തു. ആ ഓർക്കസ്ട്രേഷന്റെ ഭാഗമായിട്ട് ലോകത്ത് നിന്നുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ഡെലിഗേറ്റ്സ് ഇറാനിലോട്ട് എത്തി. ഇറാനോടുള്ള ഭ്രഷ്ട് പതിയെ 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 ഇല്ലാണ്ടായി. സൗദി അറേബ്യ അടക്കമുള്ള ഡെലിഗേറ്റ്സ് ഇറാനിലേക്ക് എത്തി എന്നുള്ളതാണ്. ആയത്തുള്ള അലി ഖമനേയിനെ കാണാൻ, അദ്ദേഹത്തിന് മരണാനന്തര എന്താ പറയാ ഒരു യാത്രയപ്പ് നൽകാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ എന്നുള്ള ആൾക്കാർ അടക്കം ഇറാനിൽ എത്തി എന്നുള്ളതാണ്. ഖത്തർ എന്നുള്ള ആൾക്കാർ എത്തി എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ ഓരോ സിറ്റുവേഷനിലും ഓരോ ഡെലിഗേറ്റ്സും അവിടെ വന്ന് ഇറങ്ങുമ്പോ ആ പറയുന്ന പേടകത്തിനടുത്തേക്ക് ഓരോരുത്തരും എത്തുന്ന സമയത്ത് അവരവിടെ പ്ലേ ചെയ്തിട്ടുള്ള, പാരായണം ചെയ്തിട്ടുള്ള ഖുർആൻ വാക്യങ്ങള് ആ രാജ്യം, അവിടെ വന്നിട്ടുള്ള ഡെലിഗേറ്റ്സും ആ രാജ്യവും ഇറാനോട് എടുക്കുന്ന നിലപാട് എന്താണോ അതാണ് യഥാർത്ഥത്തിൽ അവരവിടെ പ്ലേ ചെയ്തത് എന്നുള്ളതാണ്. ഹമാസിന്റെ ആൾക്കാർ വന്നപ്പോ അവരവിടെ പ്ലേ ചെയ്തിട്ടുള്ള ഒരു ഇതുണ്ട്. ഈ പറയുന്ന എന്താ പറയാ, ഇതിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ മരണം വഹിച്ചിട്ടുള്ള ആളുകൾക്ക് കിട്ടാൻ പോകുന്നതിനൊക്കെ ഉള്ള ഒരു ഇത് വരുന്ന ഒരു ആയത്ത് ഞാൻ കറക്റ്റ് ഇത് ഓർക്കുന്നില്ല. അപ്പൊ ഈ രീതിയിൽ അവരതിനെ ഓർക്കസ്ട്രേറ്റ് ചെയ്തെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യഥാർത്ഥത്തില് അമേരിക്കയും ട്രംപും ഇറാന് ചെയ്തു കൊടുത്തത് ഏറ്റവും വലിയ സഹായമാണ്. ഇറാൻ ഇന്നേ വരെ കിട്ടിയതിൽ ഏറ്റവും മികച്ച സഹായം എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്.